ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ശബ്ദം മാറണത്, ചില വീഡിയോയിൽ ശബ്ദം മാറുന്നത് വൈകി എഡിറ്റ് ചെയ്യണത് കൊണ്ടാണ് കേട്ടോ. ചിലപ്പോൾ 12 മണിയൊക്കെ ആയിട്ട് വോയിസ് കൊടുക്കുമ്പോൾ നമ്മുടെ സൗണ്ട് എന്തോ കുറച്ചൊക്കെ മാറ്റം വരില്ലേ, അതുകൊണ്ടാണ് ഉറക്കം വരുന്നൊരു ലെവലിലേക്ക് വരും. അപ്പോൾ ഇന്ന് കുറേ അധികം ടയേർഡായൊരു ദിവസം, മാനസികമായിട്ട് ശാരീരികമായിട്ടൊക്കെ കുറേ വിഷമിച്ചൊരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴാണ് വീഡിയോ ഒന്ന് ഓണാക്കാൻ പറ്റിയത്. വീഡിയോ ഉണ്ടാകുന്നതാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ എനിക്കൊരു സമാധാനക്കേടാണ് വീഡിയോ ഇട്ടില്ലെങ്കിൽ. അപ്പോൾ അതാ വൈകുന്നേരം തിരിച്ചു പോരുമ്പോൾ ഹൈലൈറ്റിലൊന്ന് കയറി കേട്ടോ. അപ്പോൾ കയറിയപ്പോൾ അതാ അവിടെ കയറി ചെല്ലണോടത്ത് തന്നെ ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇട്ട് വിൽക്കണു. ഏകദേശം എന്താ പറയുക, ഫുട്പാത്തിലൊക്കെ വിൽക്കില്ലേ, അതേപോലെ എനിക്ക് തോന്നി കേട്ടോ. അങ്ങനെ നിറയെ സാധനങ്ങൾ എടുത്തിട്ട് വെക്കുന്നുണ്ട്. പുറമേ നിന്ന് ആൾക്കാർ വന്ന് അന്നത്തെ ദിവസം ചെയ്യുന്നതാണ്. ഇവിടുത്തെ കടകളൊന്നും ഓപ്പൺ ആയിട്ടില്ലല്ലോ, അത് കാരണം കൊണ്ടാണെന്നാണ് ഒരു ചേച്ചിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ കുറേ ചുരിദാറുകളൊക്കെ, ഞാൻ കൈവച്ച ചുരിദാറൊക്കെ 1000 ഉണ്ട്. അപ്പം ഞാൻ പിന്നെ അത് തൊട്ടില്ല, ടോപ്പ് മാത്രം കേട്ടോ. പിന്നെ അങ്ങനെ ഓർണമെൻറ്റ്സും അങ്ങനെ അതൊക്കെ നോക്കിയൊക്കെ ഭയങ്കര റേറ്റ്. അപ്പം ഞാൻ പിന്നെ അവിടുത്തെ ഷോപ്പുകളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ലൈഫ് സ്റ്റൈലും പിന്നെ മാക്സുമാണ് ആകെ അവിടെ ഉള്ളത്. അപ്പോൾ അതിലൊക്കെ നോക്കി, പക്ഷേ അതിലൊക്കെ ഒക്കെയും നല്ല റേറ്റ്. വിഷുവായിട്ട് പ്രത്യേകിച്ച് ഒരു ഓഫറോ കാര്യങ്ങളോ ഒന്നും അവിടെ കണ്ടില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങി. ചേട്ടനോട് വേണമെങ്കിൽ എടുത്ത്, ചേട്ടൻ്റെ ജീൻസൊന്നും അത്ര റേറ്റായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ പിന്നെ അതൊക്കെ വേണ്ടെന്ന് വെച്ച് ഇറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് പോരുമ്പോൾ ഓരോന്നിൻ്റെ റേറ്റ് പയ്യന്മാർ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് നോക്കിയപ്പോൾ ഒരു ചുരിദാറിന്, അപ്പോൾ അത് ചുരിദാർ ഞാൻ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ഇട്ട് കാണിക്കുമ്പോൾ അതിൻ്റെ റേറ്റും കൂടിയും പറയാം. പിന്നെ അതാ ഈ ഒരു സൈഡിലായിരുന്നു ചേട്ടൻ്റെ വർക്ക്ഷോപ്പ്, പാർക്കിങ്ങിൻ്റെ അങ്ങോട്ട് എടുത്ത് പോകുമ്പോൾ കേട്ടോ. ഇപ്പോൾ അവിടെ ജോലി ചെയ്യണില്ലേ ചേട്ടൻ. പിന്നെ നേരെ വന്ന് ചിക്കൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ ചിക്കൻ കഴിഞ്ഞിരുന്നു അവിടെ. അപ്പോൾ ആദ്യത്തിന് ഒരു കുൽഫി ബാർ, ചോക്കോ ബാർ എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ കുൽഫി ബാറായിരുന്നു കേട്ടോ. അത് വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇത്തിരി കടും മധുരം ഇത്തിരി കൂടുതൽ പോലെ കേട്ടോ. പിന്നെ എല്ലാ ദിവസവും ഈ ചോക്കോ ബാറും മാംഗോ ബാറും മാത്രം കഴിച്ചാൽ പോരല്ലോ, ഇടയ്ക്ക് നമുക്ക് വേറെ വേറെ ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. അങ്ങനെ നോക്കിയിട്ടാണ് കുൽഫി ബാർ വാങ്ങിച്ചത്. അവർക്ക് അച്ഛനും മോനൊക്കെ നല്ല ഇഷ്ടമായി, എനിക്കിഷ്ടമായി. പക്ഷേ ചെറിയൊരു പായസത്തിൻ്റെ ടേസ്റ്റ് തോന്നണ പോലെ തോന്നി. അപ്പോൾ ആദ്യം പറഞ്ഞു ഐസ്ക്രീമിൻ്റെയും പായസത്തിൻ്റെയും കൂടിയൊരു ടേസ്റ്റായിരുന്നു. പെട്ടെന്ന് കണ്ടു പോയതാട്ടോ, ഫോൺ കേടായതാണെന്ന് വിചാരിക്കൂലേ. പിന്നെ ഇതാ ഒരു ചുരിദാർ, ഇതാണ് 300 രൂപ കേട്ടോ, ടോപ്പ് മാത്രം. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഈ ഒരു കളറ് ഡ്രസ്സ് ഇല്ല. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് അങ്ങനെ വാങ്ങിച്ചു. പിന്നെ 300 രൂപ ഒരു ടോപ്പിന് അത്ര വലിയൊരു റേറ്റ് ഒന്നുമല്ലല്ലോ. പിന്നെ ഇത് 150 രൂപ കേട്ടോ. ഈ ഒരു പോളിസ്റ്റർ അല്ല, ക്രേപ്പിൻ്റെ തുണിയില്ലേ, അതാണ് ആ തുണി. മറ്റേത് കോട്ടനാണ് കേട്ടോ, ക്രേപ്പിൻ്റെ തുണിയാണ്. പക്ഷേ ലൈനിങ് ഇല്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കളറ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. രണ്ടിൻ്റെയും കളർ നല്ല ഇഷ്ടപ്പെട്ടു. ഇത് പിന്നെ ഇങ്ങനെ വലിച്ച് വലിയ ഷേപ്പൊന്നും ആക്കണ്ട നോക്കിയപ്പോൾ. പക്ഷേ കയ്യിൻ്റെ അവിടെയും നമ്മുടെ കുറച്ചിങ്ങനെ ഇറക്കിയും ഒന്ന് ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ 2 ദിവസത്തിനുള്ളിൽ ഷേപ്പ് ചെയ്യാൻ, വിഷുവൊക്കെ ആവാൻ സമയമുണ്ടല്ലോ. ഒരു ഗെറ്റ് വിത്തുമ്മിയൊക്കെ എടുക്കണ്ടേ, ഈ ചുരിദാറൊക്കെ ഇട്ടിട്ട്. കുറച്ച് ഓർണമെൻറ്റ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ നമ്മൾ, അപ്പോൾ അതൊക്കെ വെച്ച് എടുക്കണം. അപ്പോൾ ഇതെന്തായാലും അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ അടുത്തതും അതുപോലെ ഇട്ട് നോക്കി. ഇതിന് ഒരു വൈറ്റ് ലെഗിൻസ് ഇട്ടത്, ഇതിന് വൈറ്റ് പലാസോ ആണ് ഇട്ട് നോക്കിയത് കേട്ടോ. അവിടെ അങ്ങനെ പിടിക്കുമ്പോൾ ഉടുപ്പ് പോലെ തോന്നുന്നുണ്ടെങ്കിലും അത് ഞാൻ 2 സൈഡിലും സ്ലൈഡ് കുത്തി വെച്ചിട്ടുണ്ടാണ് കേട്ടോ. നമ്മുടെ എന്താ പറയുക, ബട്ടർഫ്ലൈ സ്ലൈഡ് ഉണ്ടല്ലോ, അത് കുത്തി വെച്ചിട്ടുണ്ടാണ്. അപ്പം നോക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ചേരണ പോലെ തോന്നി എനിക്ക് ആ ഒരു കളറ്. അപ്പം അങ്ങനെ അതൊക്കെ നോക്കി അതവിടെ വെച്ചു. പിന്നെ കുറച്ച് ക്ലീനിങ് ഉണ്ടായിരുന്നു, മൊത്തത്തിലൊന്ന് അടിച്ചു വാരാനും ബാത്റൂം കഴുകാനൊന്നും ഉണ്ടായിരുന്നില്ല, കിടക്കി വിരിയൊക്കെ ഒന്ന് മാറ്റാനും അങ്ങനെയൊക്കെ. ബാത്റൂമൊക്കെ 2 ദിവസം മുന്നേ കഴുകിയതാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതുണ്ടായില്ല. പിന്നെ മാറാലൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തു. വല്ലാണ്ട് വൃത്തികേടായിട്ട് നമ്മൾ ക്ലീൻ ആക്കണേറ്റ് നല്ലത് ഇത്തിരിച്ച് വൃത്തികേടാകുമ്പോഴേക്കും വേഗം ഒന്ന് നോക്കാനല്ലേ. അടിച്ചു വാരമൊക്കെ വേണം കേട്ടോ. നമ്മൾ മാറ്റിട്ടാലും അടിച്ചു വാരാണ്ടിരിക്കുന്നത്, ഡെയിലി അടിച്ചു വാരേണ്ട ആവശ്യമില്ല. എന്നാലും നമ്മളൊന്ന് 2-3 ദിവസം കൂടുമ്പോൾ ഒന്ന് അടിച്ചു വരുമ്പോൾ ഇത്തിരിച്ച പൊടിയൊക്കെ കിട്ടും. നോക്കിയപ്പോൾ മൂലയിൽ ഇത്തിരിച്ച മാറാല മാത്രം പിടിച്ചിട്ടുള്ളൂ. അപ്പോൾ അതൊന്നും ഞാൻ അവിടെ തന്നെ വെച്ച് ഇങ്ങനെ പിരിച്ചെടുത്തു, താഴത്തേക്ക് വീഴണ്ടെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അത് കളഞ്ഞു കണ്ടിട്ട് പിന്നെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. ബെഡ്ഷീറ്റൊക്കെ നല്ലതാണ്, പക്ഷേ ബെഡ്ഷീറ്റിന് രണ്ടിനും പേരായിട്ട് തലോണ കവർ ഇല്ല കേട്ടോ. അപ്പം ഞാൻ പിന്നെ വേറൊരെണ്ണം എടുത്ത് ഇട്ടു തൽക്കാലത്തേക്ക്, അതിടല്ലാണ്ട് വേറെ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ അതിന് വലിയ ചർച്ചയൊന്നുമില്ല. ചർച്ചയുള്ള തലോണ കവറും ഇല്ല, ഏകദേശം ചർച്ചയുള്ളതും എൻ്റെ കയ്യിൽ തലോണ കവറുകളില്ല. പിന്നെ എന്താ ചെയ്യുക, അപ്പോൾ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. കവറ് മാറ്റിയിട്ടിട്ട് അതങ്ങോട്ട് മാറ്റി. പിന്നെ ഞാൻ ഇതിൻ്റെ
കവറുണ്ടല്ലോ, ആ ഒരു പ്ലാസ്റ്റിക് കവറ് അത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് പൊട്ടിച്ച് അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ച് മാറ്റി കളഞ്ഞു കേട്ടോ, ചൂടെടുക്കില്ലേ. പിന്നെ ആദ്യം ഇവിടെ കിടക്കണമൊന്നും ഉണ്ടായിരുന്നില്ല. ശ്രീകുട്ടൻ പോയോടുകൂടി ശ്രീകുട്ടൻ്റെ മുറിയിലേക്ക് ചെക്കറിയതാണ് ആൾ. അവൻ വരണ ദിവസം മാത്രം ഇവിടെ വന്ന് കിടക്കുക അങ്ങനെ ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ കഴിഞ്ഞ ആഴ്ചയിൽ വന്നതാണ് അവൻ, പിന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനതൊക്കെ ഒന്ന് മുറിച്ച് ഊരി കളഞ്ഞ് പിന്നെ 2 വിരി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്ന് വെച്ചാൽ ചൂടെടുക്കാണ്ടിരിക്കാൻ. ഉള്ളിലൊരു സിബ് വെച്ച കവർ കിട്ടും അതിന്. ഞാൻ സാധാരണ കുറ്റിച്ചാക്ക് അവിടെ നിന്നാണ് വാങ്ങിക്കാറ് കേട്ടോ. പക്ഷേ അവിടെ ഇപ്പോൾ ആ കട മാറി, ഉള്ളിലേക്ക് മാറി. ഇപ്പം ഞാൻ ജോലി കഴിഞ്ഞ് നേരെ വരുമ്പോൾ എനിക്ക് കടയിലേക്ക് കയറാൻ പറ്റില്ല. ചിലപ്പോൾ ഈ സിബ് വെച്ച കവർ ഫുട്പാത്തിലൊക്കെ ഇരുന്ന് വിൽക്കണതാണ്. പക്ഷേ ഇതുവരെയും പോരുന്ന വഴിക്ക് കണ്ട് കിട്ടിയില്ല. അപ്പോൾ എപ്പോഴെങ്കിലും കാണുമ്പോൾ അത് വാങ്ങിക്കാം. ഇപ്പോൾ തൽക്കാലം ഞാൻ 4 മൂലയ്ക്കും കെട്ടിട്ടിട്ട് അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വയ്ക്കുമ്പോൾ അതിന് സ്യൂട്ടിനൊന്നും കിടന്നുറങ്ങുമ്പോൾ ബെഡ്ഷീറ്റ് പോവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ 4 സൈഡും നല്ല ചുരുക്കി കെട്ടിട്ട് വലിച്ച് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തയ്ച്ച അങ്ങനെ സിബിൻ്റെ കവർ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അങ്ങനെ അതൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചു കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, നല്ല ടൈറ്റായിട്ട് നിൽക്കും കേട്ടോ. ബെഡ്ഷീറ്റ് തലേണ കവറും കൂടി വെച്ചു. ഇപ്പോൾ പിന്നെ പുതപ്പിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇത്തിരി ലാഗ് ആവുന്നുണ്ടോ ഒരു സംശയമല്ലേ വീഡിയോ. ചില നേരത്തെ അങ്ങനെയാണ്. ചില നേരത്തെ നമുക്ക് ആ വീഡിയോ കാണിക്കാണ്ടും പറ്റില്ല, പക്ഷേ ചില നേരത്ത് സംസാരിക്കാൻ അതിൽ ഉണ്ടാവില്ല. അങ്ങനെ തലേണയൊക്കെ വെച്ച് സെറ്റ് ചെയ്തു. പിന്നെ ഞാൻ വെച്ച് ഇൻഡോർ പ്ലാന്റ്സൊക്കെ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്ന് അടിച്ച് വാരണവൻ്റെ മുറിയിൽ അത്യാവശ്യം പൊടിയുണ്ട്. ഇപ്പം ബുക്കുകളൊക്കെ വലിച്ച് വാരിയിട്ടിട്ട് ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ മാത്രം വന്ന് ബുക്കുകളൊന്ന് ഒതുക്കി വെച്ചിട്ട് പോയതാണ് കേട്ടോ. ഈ ഒരു ചെടി നല്ല വലിയ ഇലയൊക്കെ ആവണതാണ്, വലിയ ചെടി ആവണതാണ്. മുറ്റത്ത് വെച്ചിട്ട് അതിനൊരു വാട്ടം അപ്പോൾ ഇറയത്തേക്ക് കയറ്റി വെച്ചപ്പോൾ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അകത്ത് കൊണ്ടുവയ്ക്കാം, ഏതായാലും ഇൻഡോർ പ്ലാന്റ് അല്ലേ. അപ്പോൾ അവൻ്റെ മുറിയിൽ ഇരുന്നോട്ടെ. പിന്നെ ഇതിന് എനിക്ക് കാണുകയും ചെയ്യാമല്ലോ. തീരെ കയറ് വേണ്ടാത്ത മാത്രമാണ് ഞാൻ മുകളിൽ വയ്ക്കുള്ളൂ. താഴത്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കാണാം, ഇടയ്ക്ക് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഇവർ ചിലപ്പോൾ ഒന്നും ശ്രദ്ധിച്ചൊന്നും വരില്ലോ. ചേട്ടൻ വെള്ളം ഒഴിക്കും, പക്ഷേ അതിന് എന്തെങ്കിലും വാട്ടുണ്ടോ, അതിനെ മുറ്റത്തേക്ക് വെക്കണോ എന്നുള്ളതൊന്നും ആൾക്കറിയില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ചേട്ടനെ കുറ്റം പറയണതൊന്നും അല്ല കേട്ടോ. ഞാൻ അങ്ങനെ സംസാരിച്ച് പോകുമ്പോൾ നമ്മുടെ സാധാരണ പോലെ വിശേഷങ്ങൾ പറയുന്നു എന്നുള്ളൂ. ചേട്ടൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ കുറ്റമായിട്ട് പറയുന്നതൊന്നും അല്ല കേട്ടോ. നമ്മളായാലും അങ്ങനെ തന്നെയല്ലേ, കൂട്ടുകാരോട് സംസാരിക്കണ പോലെ സംസാരിക്കുന്നു എന്ന് മാത്രം. അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു. പിന്നെ അടിച്ചു വാരിയിട്ട് നമുക്ക് അടിച്ചു വാരിയിലേക്ക് അങ്ങനെ കോരി എടുക്കാനൊന്നും പറ്റില്ല, കൈ കൊണ്ട് തന്നെ വാരിയെടുക്കണം കേട്ടോ. അങ്ങനെ കൈ കൊണ്ട് വാരിയെടുത്ത് പുറത്ത് കൊണ്ട് കളഞ്ഞു. പിന്നെ ഞാൻ ഇപ്പുറത്തേക്കൊന്നും ഇടില്ല, നേരെ പുറത്ത് കൊണ്ട് കളയുള്ളൂ. എന്ന് വെച്ചാൽ ഇവിടെയും മാറ്റല്ലേ വിരിച്ചേക്കണത്. അപ്പോൾ പിന്നെ അതിൽ നിന്ന് അടിച്ച് വാരി കോരിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനിങ്ങനെ അവിടെ തന്നെ വാരി അത് നേരെ പുറത്തേക്ക് കളഞ്ഞിട്ടാണ് അടുത്ത റൂം ചെയ്യുക. ഹോളൊന്നും കാണിച്ചില്ല കേട്ടോ. ഞാൻ എല്ലാം ഇന്നലെ ക്ലീൻ ചെയ്തതാണ്. ബെഡ്റൂമുകൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം ബെഡ്റൂം എന്തായാലും ക്ലീൻ ചെയ്യുമ്പോൾ കൂട്ടുകാരെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. ഈ റൂമിൽ വന്നു ഒന്ന് അടിച്ചു വാരി. ഈ റൂമിലാണ് എപ്പോഴും പൊടി കൂടുക. എന്താ വെച്ചാൽ കണ്ണടയുള്ളത് ഈ റൂമല്ലേ. ഡ്രസ്സ് മാറാനും മേക്കപ്പ് ചെയ്യാനും, മേക്കപ്പ് എന്ന് പറയാനൊന്നുമില്ല, എന്നാലും അതിനൊക്കെ വരുന്ന സ്ഥലമാണ്. പിന്നെ അത് അടിച്ചു വാരി. ഇവിടെ മാത്രം ഈ ബാത്റൂമിൻ്റെ വാതിലുമ്മ കുറേശ്ശെ മാറാലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതും പിന്നെ അലമാരിയുമൊക്കെ കുറച്ച് പൊടികളൊക്കെ ഉണ്ടായിരുന്നു, അതും ഒന്ന് തട്ടി കൊടുത്തു. പിന്നെ ഞാൻ പ്ലാന്റുകൾ കൊണ്ടുവയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു താഴത്ത് വെക്കേണ്ട, ഈ ഒരു സ്റ്റൂളുമ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സ്റ്റൂളുമ വെച്ചു. പിന്നെ ആദ്യം വന്നപ്പോൾ അതൊക്കെ മാറ്റി, അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. അപ്പോൾ അതവിടെ വെച്ചു. ഇവിടെ വൈറ്റും ഗ്രീനും കളർന്ന ചെടിയാണ് ഭംഗിയെന്ന് എനിക്കറിയാം, പക്ഷെ അങ്ങനെയുള്ള ചെടികൾ വലിപ്പമുള്ളതില്ല, തീരെ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അതവിടെ വെച്ചാൽ ഭംഗി ഉണ്ടാവില്ല. അത് കാരണം കൊണ്ടാണ് തൽക്കാലം ആ ഒരു കളർ വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ ചെടി ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണം അടിയിൽ വയ്ക്കുന്ന ആ പ്ലേറ്റ് ഉണ്ടല്ലോ, അത് ഉണ്ടായിരുന്നില്ല. ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ആ റൂമിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ മാറ്റിയൊക്കെയായിരുന്നു. പിന്നെ പ്ലേറ്റ് നമ്മൾ അന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വയ്ക്കുമ്പോൾ എന്തായാലും കൂട്ടുകാരെ കാണിക്കാമല്ലോ, ഒന്നിച്ച് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇത്ര ദിവസം വെച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ തുണി ഇടുന്ന കൊട്ട മാത്രം മാറ്റാൻ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ഇതെങ്ങനെയുണ്ട്, ഈ കുജിയിൽ ഈ ഫ്ലവർ ഞാൻ നമ്മുടെ ഹോളിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് നോക്കുമ്പോൾ നല്ല ഭംഗി കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു നേരെ നമ്മുടെ ഈ റൂമിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു. ഹോളിൽ ഇത് വയ്ക്കണം എന്നുണ്ട്, പക്ഷേ ഒരു മൂലയ്ക്ക് പ്രത്യേകിച്ച് സ്റ്റാൻഡ് ഇല്ലല്ലോ, സോഫയുടെ സൈഡിൽ അത് വയ്ക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് കാരണം തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. ഇനി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മാറ്റങ്ങൾ വരുത്തുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മാറ്റങ്ങൾ വരുത്തുമ്പോൾ നമുക്കൊരു ഹാപ്പി അല്ലേ, വീടൊക്കെ ഒന്ന് പുതുതായ പോലെ തോന്നും. പിന്നെ ഇതിൻ്റെ വിരിയും ഒന്ന് മാറ്റണം. 2-3 പ്രാവശ്യമൊക്കെ മാറ്റലൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ, അതൊന്നും എടുത്തില്ല. ആദ്യത്തെ ഡീപ്പ് ക്ലീനിങ് ഒന്നും അല്ല, പക്ഷേ വീഡിയോ എടുത്ത ആദ്യത്തെ ഡീപ്പ് ക്ലീനിങ് എന്നാണല്ലോ. നമ്മുടെ കേക്കിൻ്റെ
കേക്കിൻ്റെ കവറുകളാണ് കേട്ടോ അതിൻ്റെ അടിയിലിരിക്കുന്നത്. കേക്ക് ഉണ്ടാക്കൽ ഇപ്പോൾ കുറച്ച് ആളായിട്ട് പെൻഡിങ്ങിൽ വെച്ചിക്കല്ലേ, അത് കാരണം കേക്കിൻ്റെ കവറൊക്കെ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ ദാ ശ്രീകുട്ടൻ ആദ്യത്തിൻ്റെ ബെഡ്റൂമിലേക്ക് വാങ്ങിച്ച ഒരു വിരിയായിരുന്നു ഇത്. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അവർക്ക് ഇതിൻ്റെ ഇത്ര ഫാമിലി കോട്ടിൻ്റെ ബെഡ്ഷീറ്റൊന്നും ആവശ്യമില്ലല്ലോ സിംഗിൾ ബെഡിന്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത് എനിക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നു. പിന്നെ ഇനിയിപ്പോൾ കുറച്ചും കൂടി ബെഡ്ഷീറ്റൊക്കെ വാങ്ങിക്കണം. എപ്പോഴെങ്കിലും സെയിം ഹൗസിലേക്ക് പോകുമ്പോൾ വേറെ സ്ഥലത്തൊക്കെ ചെല്ലുമ്പോഴേ ഭയങ്കര റേറ്റ് തോന്നുമ്പോൾ അവിടെ പോയാൽ മതി എന്ന് തോന്നിയിട്ട് അങ്ങനെ വാങ്ങിക്കണില്ലേ ഞാൻ. എപ്പോഴെങ്കിലും പോകുമ്പോൾ വാങ്ങിക്കാം. അപ്പോൾ അങ്ങനെ 4 സൈഡും കെട്ടിട്ട് അതും അങ്ങനെ ടൈറ്റാക്കിയിട്ട് നിർത്തി കേട്ടോ. പിന്നെ ആദ്യത്തിനും ചേട്ടനും പറഞ്ഞ് ആ ഒരു ഫ്ലവർ വേണ്ട, ഇത് വയ്ക്കാമെന്ന് പറഞ്ഞ് ഇത് കൊണ്ടുവച്ച് നോക്കി. അപ്പോൾ അതും ഭംഗിയില്ല എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് അത് താഴെ വെച്ചാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ താഴെ വെച്ചു കേട്ടോ. പിന്നെ ഞാൻ അവിടുന്ന് മാറി പിന്നെ ഈ കാപ്പി കളർ സ്റ്റൂളുമ്പോൾ വെച്ച് നോക്കിയാൽ ഭംഗി ഉണ്ടാവുമോ എന്നൊക്കെ നോക്കി. ചിലമാതിരി കാപ്പി കളറല്ലേ, ഞാൻ റൂം മൊത്തത്തിൽ ആഷ് കളർ അടിച്ചെന്ന് വെച്ചിട്ട് ആഷ് കളർ സ്റ്റൂൾ വെച്ചത്. അപ്പം കാപ്പിയാണ് ഭംഗി ഉണ്ടാവും വെച്ചാൽ അതും വെച്ച് നോക്കി, ഒന്നും ഭംഗിയില്ല. ലാസ്റ്റ് അതിനെ താഴത്തിറക്കി വെച്ചു കേട്ടോ. പിന്നെ ഞാനത് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് എടുത്തിട്ട് നമ്മുടെ എന്താ പറയുക അലമാരിയുടെ സൈഡില്ലേ, ഇവിടെയല്ല ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങോട്ട് ഞാൻ മാറ്റി വെച്ച് നോക്കി. അപ്പം എനിക്ക് അത് കുറച്ചും കൂടി ഭംഗിയായിട്ട് തോന്നി കേട്ടോ. അപ്പം ഇനി തോന്നുമ്പോൾ ഒക്കെ അങ്ങോട്ട് മാറ്റാം. പിന്നെ നേരെ ശ്രീകുട്ടൻ്റെ മുറിയിലേക്ക് പോന്നു. അവിടെ അലമാരിയുടെ മുകളിലൊക്കെ അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചു. ആദ്യത്തെ ഇന്നലെ വൃത്തിയാക്കിയതാന്ന് പറഞ്ഞു എല്ലായിടത്തും, പക്ഷേ ഇതൊന്നും തുടച്ചിട്ടുണ്ടായി എന്ന് വരില്ല. മിററും ഒക്കെ ഒന്ന് തുടച്ച് ഒരു കലണ്ടർ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ, അത്യാവശ്യം ഒന്ന് ഡേറ്റ് നോക്കാൻ. അതുപോലെ തന്നെ ഒരു ക്ലോക്കും കലണ്ടറൊക്കെ നമ്മളൊരു റൂമിലുണ്ടെങ്കിലാണ് നമ്മൾ ആ ടൈമിനും ദിവസത്തിനൊക്കെ ഒരു വില കൊടുക്കുക എന്ന് പറയും. പിള്ളേരത് നോക്കണുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാനത് അവിടെ ഇട്ടിട്ടുണ്ട്. ഞാനൊരു ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് അത് ഞാൻ മടക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ അപ്പുറത്തോടെ ഇപ്പുറത്തോടെ ഇട്ടിട്ട് ഒരു 2 സൈഡ് ഓരോ കെട്ടുമ്പോൾ അതങ്ങനെ കവറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങനെ ഇരുന്നോട്ടെ, എന്തായാലും വലിഞ്ഞു പോവില്ല. അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് പിന്നെ നല്ല ബെഡ്ഷീറ്റ് അതിൻ്റെ മുകളിൽ വീണ്ടും വിരിച്ചു. അപ്പോൾ നല്ല 2 കവറിങ് ആയില്ലോ. അപ്പോൾ ചൂടും ഇത്തിരി കുറയും, ബെഡ്മെന്ന് വരുന്ന ചൂടും ഇത്തിരി കുറയും, ബെഡ്ഷീറ്റ് നല്ല ഭംഗിയിൽ നിൽക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ നല്ല ടൈറ്റായിട്ട് മുറുക്കി. എനിക്കിങ്ങനെ ബെഡ്ഷീറ്റൊക്കെ നല്ല ചുളിവില്ലാണ്ട് വിരിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. ബെഡ്ഷീറ്റിൻ്റെ കവറൊന്നും ബെഡ്ഷീറ്റിന് ചേരണില്ല. അപ്പോൾ എന്തായാലും ഇട്ടു. പിന്നെ ഞാനൊരു ചെടിയും കൂടിയും എടുത്തുങ്ങാട്ട് ഇവിടെ കൊണ്ടുവച്ചു കേട്ടോ. പിന്നെ ഞാൻ ഇത് ഇവിടെ കൊണ്ടുവച്ചപ്പോഴും ഇതിനും അത്ര ഒരു ഭംഗി പോരാ. ഇത് നമ്മുടെ ഇറയത്ത് മൂലയ്ക്കിരിക്കുമ്പോഴാണ് കൂടുതൽ ഭംഗി. പിന്നെ ആദ്യത്തിൻ്റെ വക ഒരു പ്ലേറ്റ്, അതിൻ്റെ പ്ലേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക ചെടിച്ചട്ടിയുടെ അടിയിൽ വയ്ക്കുന്ന പ്ലേറ്റ് തന്നെ, അതൊരെണ്ണം കൊണ്ടുവച്ചു. പിന്നെ ഞാൻ കോണി പഠിച്ച് വാരതായി ഇങ്ങനെയാണ് കേട്ടോ, നമ്മുടെ മാറ്റുമ്മയ്ക്ക് തീരെ അങ്ങോട്ട് പൊടിയില്ലാണ്ടിരിക്കാൻ. പിന്നെ ഈ ഒരു പ്ലാന്റ് ഈ ഒരു കോണിയുമ്മ കൊണ്ടുവച്ചു. ഇവിടെയും മാറ്റ് വിരിക്കണം കേട്ടോ, പക്ഷേ ഇപ്പോൾ സാധിച്ചിട്ടില്ല. പിന്നെ വാഷ് ബേസിൻ ഒന്ന് കഴുകാറായിട്ടുണ്ടായിരുന്നു, അതും ഒന്ന് കഴുകി. പിന്നെ ഞാൻ വിചാരിച്ചു അപ്പോൾ ഈ ഒരു ചെടി അവിടെ ഇരിക്കുന്നുണ്ട്, ഇത് നല്ല ഭംഗി ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ അതും അവിടെ കൊണ്ടുവച്ചു. എല്ലായിടത്തും വൈറ്റായിട്ട് ആ ഒരു കാപ്പിയും പച്ചയായിട്ട് കലർന്ന ചെടി ഇരിക്കുമ്പോൾ താഴത്തും ആ ഒരു ചെടി വെച്ചു കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ, ഇനി ബുധനാഴ്ച രാവിലെ വരാം.